ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജീനെ പറ്റി പറയാനാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാമെന്നും എങ്ങനെ കുറച്ചും കൂടി ഇനിയുള്ള ദിവസങ്ങളെ യൂസ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് എപ്പോഴാണ്? നവംബർ 17 അല്ലെങ്കിൽ ഡിസംബർ എൻഡ് ആയിട്ടോ ആയിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലൊരു 60 മുതൽ 70 ദിവസം വരെ നമ്മുടെ കൈകളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഒന്നെങ്കിൽ നവംബർ 17 അല്ലെങ്കിൽ ഡിസംബർ എൻഡോട് കൂടിയിട്ടായിരിക്കും എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. CBT 1 90 മിനിറ്റിലാണ് എക്സാം വരുന്നത് അല്ലെ. നമുക്ക് 1.5 മണിക്കൂറാണ് നമ്മുടെ കയ്യിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ കൃത്യമായിട്ടും ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാവരുടെ കയ്യിലും സിലബസ് ഉണ്ടാവുമെന്ന് കരുതുന്നു. സിലബസ് കയ്യിലില്ലാത്തവർ കൃത്യമായിട്ടും സിലബസിൻ്റെ ഒരു പ്രിൻ്റൊക്കെ എടുത്ത് വെക്കുക. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. നമുക്ക് എന്തായാലും ഈ ഒരു എക്സാമിൻ്റെ ഒരു മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്നും അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണെന്നും ഒന്ന് പെട്ടെന്ന് നോക്കാം. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ജനറൽ സയൻസ്, മാത്സ്, ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ സബ്ജക്റ്റുകൾ വന്നിരിക്കുന്നത് നമ്മുടെ സിലബസിൽ. അതിൽ തന്നെ ജനറൽ സയൻസിന് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും 25 അല്ലേ. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ്, അതിന് 25 മാർക്കാണുള്ളത്. അതുപോലെ തന്നെ മാത്സിന് 25 ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനും 25 തന്നെയാണ്. ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നുള്ള ഭാഗത്തിന് 30 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. GK ആൻഡ് കറണ്ട് അഫയേഴ്സും കൂടി ചേർത്തിട്ട്, GKയും കറണ്ട് അഫയേഴ്സും കൂടി ചേർത്തിട്ട് 20 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. എല്ലാവരും മിക്കപ്പോഴും ഓടുന്നത് ഈ GK എന്ന പോർഷൻസിലാണ്. അപ്പം GKൻ്റെ പുറകെ ഓടുമ്പോൾ പലപ്പോഴും ബാക്കിയുള്ള പോർഷൻസ് പലർക്കും മിസ്സാവാറുണ്ട്. അപ്പം നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പം കൂടുതൽ ആൾക്കാർക്കും ടഫായിട്ട് തോന്നുന്ന ഒരു പോർഷൻ ഏതാണ്? ഈ GK എന്ന് പറഞ്ഞ പോർഷനാണ്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക, അവിടെ 20 മാർക്കാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത്. അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസിൽ ഇവിടെ 20 ക്വസ്റ്റ്യൻസ് ആണ് GKയുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഈ 4 സബ്ജക്ട് ഡിസ്ട്രിബ്യൂഷൻസിൽ ഏതെങ്കിലും ഒന്നിലോട്ടേക്ക് മാത്രം കൂടുതൽ ചായ്വ് കാണിച്ച് ഒന്ന് മാത്രം പഠിച്ചുകൊണ്ടിരിക്കാതെ 4 എണ്ണത്തിലും ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ GK കുറച്ച് അറിയില്ലെങ്കിൽ പോലും, GKയിൽ നിങ്ങൾ കുറച്ച് വീക്ക് ആണെങ്കിൽ പോലും ബാക്കി 3 എണ്ണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? എക്സലൻ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അറിയണ സബ്ജക്റ്റുകളിൽ കൂടുതൽ എക്സലൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി ശ്രമിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, മാത്സിൻ്റെ ഒരു സിലബസ് ഓരോ സബ്ജക്ട് വൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കിടത്തേക്കുന്നത്. നോക്കിക്കേ, ആൽജിബ്രയുടെ ഭാഗത്ത് നിന്ന് 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ വരാറ്. സിംപ്ലിഫിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് 3 to 4 നമ്പർ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് 3 to 4 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഈ സിംപ്ലിഫിക്കേഷൻ്റെയും നമ്പർ സിസ്റ്റത്തിൻ്റെയും ഭാഗത്തു നിന്ന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും കണ്ടുവരുന്നത്. ഓക്കെ, 3 to 4 ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഈ സിംപ്ലിഫിക്കേഷൻ ആണെങ്കിലും നമ്പർ സിസ്റ്റം ആണെങ്കിലും വാസ്റ്റ് ഏരിയ ആണ്. പക്ഷേ അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ 2 എണ്ണം എന്ന് പറയുന്നത്. പെർസെൻറ്റേജിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വരാറുള്ള. ആവറേജിൻ്റെ ഭാഗത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ്. ഇൻട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വരാറുണ്ട്. മിക്സ്ചർ പ്രോബ്ലംസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്, ചിലപ്പോൾ വരാറില്ല എന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഭാഗത്ത് നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രഷൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നില്ലെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് കയറി വരാറുണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടൈം ആൻഡ് വർക്കിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെൻസുറേഷൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ റിപ്പീറ്റഡ് ആയിട്ട് 2 to 3 അതുപോലെ 3 to 4 ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു ഏരിയാസ് ഉണ്ടല്ലോ, ആ ഏരിയാസിന് നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഫോക്കസ് കൊടുക്കണം. അപ്പോൾ മെൻസുറേഷൻ, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം തുടങ്ങിയ മേഖല, ആൽജിബ്ര തുടങ്ങിയ മേഖലയ്ക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും ഫോക്കസ് കൊടുക്കുക. ആൽജിബ്ര എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിലബസ്. പക്ഷെ അവിടുന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ഭാഗമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ജിയോമെട്രിയുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. ജനറൽ സയൻസിലേക്ക് പോവുകയാണെങ്കിൽ, ജനറൽ സയൻസിൽ നിങ്ങൾ നോക്കിക്കേ,
കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് 8 to 9 ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് 6 to 8 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് 7 to 9 ക്വസ്റ്റ്യൻസും ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം സയൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് ആസ്പിരൻസ് ആയിരിക്കും ഉണ്ടാവുക. ചിലർക്ക് സയൻസ് തീരെ അറിയില്ലാത്തവരും ഉണ്ടാവും, ചിലർ സയൻസിൽ എക്സലന്റ് ആയിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും. സയൻസിൽ എക്സലന്റ് ആയിട്ട് നിൽക്കുന്നവർ നിങ്ങളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് സ്വീകരിച്ച് സയൻസിന് നിങ്ങൾക്ക് അറിയുന്ന ഭാഗങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി റിവൈസ് ചെയ്തിട്ട് അവിടുന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം 25 മാർക്കാണ് അവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. അപ്പം ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സയൻസ് തീരെ അറിയില്ലാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏത് ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പം ആ ഒരു ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. മാത്രമല്ല ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കുക എന്നതിന് ഉപരി കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ബയോളജീൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കെമിസ്ട്രിയുടെ കേസിലാണെങ്കിലും നിങ്ങൾക്ക് എത്ര വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഫിസിക്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീക്ക് ലെവലിൽ നിൽക്കുന്ന സാധനത്തിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സയൻസിൻ്റെ ഭാഗം വിട്ട് കളയരുത്. സയൻസിൻ്റെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. ഇനി നമുക്ക് റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ, റീസണിങ്ങിലും നമുക്ക് ഈ പറയുന്നത് പോലെ അനലോഗീൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ്സ് ആൻഡ് പാറ്റേൺ, സീരീസും പസിൽസും നിങ്ങൾ ശ്രദ്ധിക്കുക. സീരീസും പസിൽസിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം സീരീസും പസിൽസും അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻസ്, അറേഞ്ച്മെന്റ്സ് ആൻഡ് പാറ്റേൺസ്, ക്ലാസിഫിക്കേഷൻ, അനലോഗി, വെൻ ഡയഗ്രം ഒക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ടൈമാണ്. പലർക്കും ഈ ഒരു ഭാഗം ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ അത് ചെയ്തു വരുമ്പം നിങ്ങളുടെ സമയം ഒരുപാട് പോകുന്നുണ്ട് എന്നുള്ളതായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രോബ്ലം എന്ന് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അറിയുന്ന പോർഷൻസിനെ, അതായത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഇത്തരം പോർഷൻസിനെ എന്ത് ചെയ്യുക, സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുവരിക. സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഡെയിലി എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ടൈം വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യനൊക്കെ 1 മിനിറ്റിന് താഴെ മാത്രമേ നമുക്കിവിടെ ആൻസർ ചെയ്യാൻ ടൈം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടൈം വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡീകോഡിങ്ങിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡയറക്ഷൻ, പിന്നെ റാങ്കിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇത്തരം ഏരിയാസ് ഒക്കെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. ഇനി നമുക്ക് ജി കെയിലേക്ക് വരാം. ജി കെയിലേക്ക് വരുമ്പോൾ, ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പം സ്റ്റാറ്റിക് ജി കെയുടെ ഭാഗത്തു നിന്ന് 4 to 5 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കറണ്ട് അഫേഴ്സ് നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ടോട്ടൽ 20 മാർക്കാണ് ജി കെ എങ്കിൽ ആ ടോട്ടൽ 20 മാർക്ക് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് 20 മാർക്കാണെങ്കിൽ ആ 20 മാർക്കിൽ ഏകദേശം 8 മാർക്കോളം വരുന്നത് സി എയുടെ ഭാഗത്തു നിന്നാണ്. എല്ലാവരും ജി കെ എന്ന് പറയുമ്പോൾ മൊത്തം ഫുൾ ടൈം ജി കെക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഫുള്ള് ജി കെ എന്ന് പറഞ്ഞ് ഇരിക്കാണ്ട് കറണ്ട് അഫേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം. അവിടെ 8 മാർക്കോളം കറണ്ട് അഫേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിക്ക് 2 to 3 വരെയാണ് ക്വസ്റ്റ്യൻസ്. അതുപോലെ പൊളിറ്റി 2 to 3 വരെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഹിസ്റ്ററിയിൽ 3 to 4ഉം ഇക്കണോമിക്സിൽ 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ സി എക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത്, കുറച്ച് മുൻതൂക്കം കൊടുത്ത് പഠിക്കുക. പിന്നെ ജി കെ പൊതുവെ എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ജി കെന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അത്യാവശ്യം ബേസിക് ജി കെ അറിയുന്ന സ്റ്റുഡൻസ് ഉണ്ട്, എന്നാൽ തീരെ അറിയില്ലാത്ത സ്റ്റുഡൻസും ഉണ്ട്. അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളെ ഒന്നും കൂടി എക്സലന്റ് ആക്കുക എന്നുള്ളത്, ആ ഒരു എക്സലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ജി കെ തീരെ അറിയില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടിയിട്ട് ഓവർ ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് അറിയുന്ന ബാക്കി പോർഷൻസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നും കൂടി നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് തീരെ അറിയില്ലാത്ത ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പല കോമ്പറ്റീറ്റീവ്, ഇപ്പം ഇന്ന കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് മാത്രമല്ല പല കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ജി കെ പോർഷൻസ് നമുക്ക് ഇപ്പോൾ സ്റ്റാറ്റിക് ജി കെയുടെ പോർഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ സ്റ്റാറ്റിക് ജി കെ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കുറേ ഇരുന്ന് പഠിച്ചു പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നതാണ്, കൃത്യമായിട്ടും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ
എക്സാം ഡേറ്റിന്റെ കാര്യം പറഞ്ഞു. എക്സാം ഡേറ്റ് വരുന്നത് November 17 അല്ലെങ്കിൽ December ലാസ്റ്റോട് കൂടിയിട്ടാണ്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ കയ്യിൽ 60-ന് മുകളിൽ ദിവസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം 60 ദിവസം എടുത്തിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ November 17 എക്സാമിലേക്ക്, November 17 എക്സാം നടക്കുന്നതെങ്കിൽ 60 days എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. നിങ്ങളൊരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 60 ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഡിവൈഡ് ചെയ്യുക. 20 20 20 എന്ന് പറഞ്ഞിട്ട് 3 എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ 20 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ആദ്യമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പം പല സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം മാത്സിൽ തന്നെ നമുക്ക് പല ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ ഒരു ക്ലാരിറ്റിയും അതിൻ്റെ ഒരു ഫൗണ്ടേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ പെട്ടെന്ന് ചെറിയ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ആദ്യത്തെ 20 ദിവസം നിങ്ങൾക്ക് ഏതൊക്കെ, അതായത് ചില സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഉണ്ടാവില്ല, ചിലതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാ. ചിലർക്ക് ഇപ്പൊ പെർസെൻറ്റേജ് എന്നുള്ള ഒരു ടോപ്പിക്ക് വളരെ ഈസി ആയിരിക്കും. പെർസെൻറ്റേജ് എന്നുള്ളതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ചിലർക്ക് അത് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണോ ആ ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ബേസിക്സ് സ്ട്രോങ് ആക്കുക, അതിന്റെ കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ 20 ദിവസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിപ്പോൾ മാത്സ് ആൻഡ് റീസണിങ് മാത്രമല്ല, ജനറൽ സയൻസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ചില GK പോർഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ കോൺസെപ്റ്റ്സ് ഒന്ന് ക്ലിയർ ആക്കുന്നത് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയ മാത്രമല്ല, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, എൻ്റെ സ്ട്രോങ് ഏരിയ ഇതാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടും കാര്യമില്ല അല്ലെ. അപ്പൊ സ്ട്രോങ് ഏരിയാസിനെ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ട് വെക്കണം. അങ്ങനെ ഭദ്രമായിട്ട് വെക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ ചെറിയൊരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ആ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഭദ്രം സേഫ് ആയിട്ട് ഇരിക്കുന്ന ഏരിയാസിനെ നിങ്ങൾ ഒന്നിങ്ങനെ പോളിഷ് ചെയ്തെടുക്കണം. പോളിഷ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതിയാകും. അങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ആ സ്ട്രോങ് ഏരിയാസിനെ ഒന്ന് പോളിഷ് ചെയ്ത് നിങ്ങൾ അവിടെ അങ്ങനെ തന്നെ വെച്ചോളുക. അപ്പം ഈ ആദ്യത്തെ 20 ദിവസം നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദിവസവും ഒരു മിനിമം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 4 to 5 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനും കൂടി ശ്രമിക്കണം. കാരണം ഇനി നമ്മുടെ മുന്നിൽ ഒരു 60ഓളം ദിവസങ്ങളല്ലേ ഉള്ളൂ. ആ 60 ദിവസം നിങ്ങൾ എന്ത് ചെയ്യൂ, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ മെത്തേഡിലൊന്ന് പഠിച്ചു നോക്കൂ. അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ ഫൗണ്ടേഷന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത 20 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത 20 ദിവസത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 20 ദിവസം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി, നമ്മുടെ ബേസിക്സ് ക്ലിയർ ആക്കി, നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായി. ഇനി നെക്സ്റ്റ് 20 ദിവസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് 90 മിനിറ്റേ നമ്മുടെ കയ്യിൽ സമയമുള്ളൂ, 1.5 മണിക്കൂറേ നമ്മുടെ കയ്യിൽ സമയമുള്ളൂ. ഈ 1.5 മണിക്കൂർ കൊണ്ട് വേണം നമ്മൾ 100 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യൻസിനെ നമുക്ക് ശരിക്കും നമുക്ക് 1 മിനിറ്റിൽ കുറവ് മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ ടൈം മാനേജ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരു എക്സാം നമുക്ക് ക്ലിയർ ആയി നല്ലൊരു സ്കോറിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ടൈം മാനേജ്മെന്റ് ആക്യുറസി ആണ് അല്ലെ. ടൈം മാനേജ്മെന്റും ആക്യുറസിയും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ അടുത്ത 20 ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ടൈം മാനേജ്മെന്റ് കൃത്യമാക്കാൻ വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട, ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക. വേറെ ഒരു വഴിയില്ല, ഡെയിലി ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളുടെ ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾ തന്നെ എടുക്കുക. അപ്പോൾ ചില ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ, ഇപ്പോൾ നമുക്ക് ജനറൽ റീസണിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആൻസറിലേക്ക് എത്താനൊക്കെ ടൈം കുറച്ച് കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് അറിയാം ഏത് ടോപ്പിക്ക്, ഇപ്പം ബ്ലഡ് റിലേഷൻ ആണോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആണോ, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ ടൈം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് ഓരോരുത്തരുടെ കേസും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലായിരിക്കും, ചിലർക്ക്
ചിലർക്ക് ബ്ലഡ് റിലേഷൻ കണ്ടുപിടിക്കാനായിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും ടോപ്പിക്ക്. ഓരോരുത്തരുടേതും ഡിഫറെൻ്റ് ആണല്ലേ. അപ്പം നമുക്കറിയാലോ നമുക്ക് എവിടെയാണ് ടൈം കൂടുതൽ കൺസ്യൂം ആകുന്നതെന്ന്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് ടോപ്പിക്കാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ സ്പീഡ് കൂട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത 20 ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് 20 ദിവസമുണ്ട്, അവസാനത്തെ 20 ദിവസം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി, നമ്മുടെ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തു, നമ്മുടെ സ്പീഡ് കൂട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ അടുത്ത 20 ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് മോഡൽ പേപ്പേഴ്സും മോഡൽ എക്സാംസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ മോഡൽ എക്സാംസിൻ്റെ പ്രാധാന്യം ഈ ലാസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേയ്സിലാണ് വരുന്നത്. അപ്പം അവസാനത്തെ 20 ദിവസം നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക? മോഡൽ എക്സാംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം 20 ദിവസം കൊണ്ട് 20 ദിവസത്തിൽ ഒരു 15 ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 ടെസ്റ്റുകൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നന്നായി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ടെസ്റ്റുകൾ, അതായത് മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുമ്പം അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡേ 1 തൊട്ടിട്ട് ഡേ 20 വരെ നിങ്ങൾ ഓരോ ടെസ്റ്റിങ്ങിന് അറ്റംപ്റ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ മാർക്കിൽ എത്രത്തോളം വ്യത്യാസം വന്നു, നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിൽ എത്രത്തോളം വ്യത്യാസം വന്നു എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡേ 1 നിന്നും ഡേ 20 എത്തുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഡേ 1 നിങ്ങൾക്ക് ഇത്ര മാർക്കാണെങ്കിൽ ഡേ 20 എത്തുമ്പോൾ നിങ്ങൾ ആ ആദ്യം വാങ്ങിയ മാർക്കിനെക്കാളും ഒരു 15, 20, 30 മാർക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടാവണം അല്ലേ. അപ്പം ആ ഒരു ലെവലിലേക്ക് എത്തുകയാണ് നമ്മൾ 60ാമത്തെ ദിവസത്തിൽ ചെയ്യുക. അങ്ങനെ ഈ ഒരു 60 ഡേയ്സിനെ നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഇതാണ് നമുക്ക് പറയാനുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കണം, ടൈം മാനേജ്മെൻറ്റിനും ആക്യുറസിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ഇത് പറഞ്ഞതുപോലെ പ്രാക്ടീസ് ടെസ്റ്റുകളും മാക്സിമം ചെയ്യുക. അപ്പം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഇതുപോലുള്ള എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കുറേ നമ്മൾ വാരി വലിച്ച് ഡെയിലി ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് കാര്യമായില്ല. കൃത്യമായിട്ടും പ്രാക്ടീസ് തന്നെ ചെയ്യണം. കാരണം മെൻ്റൽ എബിലിറ്റി, മാത്സ്, റീസണിങ് തുടങ്ങിയ ഭാഗങ്ങൾക്കൊക്കെ പ്രാക്ടീസ് ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്താലും യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ GKയുടെ കാര്യം പറഞ്ഞത് ശ്രദ്ധിക്കുക. എല്ലാവരും GKയുടെ പുറകെ ഓടും. GKയുടെ പുറകെ ഓടരുത് എന്നല്ല പറയുന്നത്. GK പഠിക്കണം. പഠിക്കുന്നതിൻ്റെ ഒപ്പം അവിടെ 8ഓളം മാർക്ക് കറണ്ട് അഫേഴ്സ് നിന്ന് വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ CAക്ക് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം GK എന്ന് പറയുമ്പോൾ ഉള്ള ബുക്കുകൾ മൊത്തം വാരി ഇരുന്ന് പഠിക്കാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ വെറുതെ പഠിച്ചാൽ പോരാ, പഠിക്കേണ്ടത് മാത്രം മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, നമ്മളിപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. എന്നാലും ഇനി നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് വൈസ് എക്സാംസും മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും വീക്ക്ലി എക്സാംസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്